ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓലയുടെ ഒരു ചെറിയ യൂസർ റിവ്യൂ ആണ്. എൻ്റെ അടുത്ത് ഓല ഉണ്ട്. ഞാൻ ഏകദേശം 18,000 കിലോമീറ്ററോളം ഈ ഓല S1 Pro ആണ് വേരിയൻറ്റ്. ഈ ഒരു വണ്ടി 18,000 കിലോമീറ്ററോളം ഞാനിപ്പോൾ ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഈ വണ്ടിക്കുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, അതൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓല എന്ന സ്കൂട്ടർ വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിലൂടെ വിവരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഏതായാലും അത്യാവശ്യം ലെങ്തി ആവും. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഇത്രയും നല്ല രീതിയിലൊരു വണ്ടീനെ കുറിച്ചിട്ട് അവതരിപ്പിക്കണമെങ്കിൽ കുറച്ച് എന്തായാലും ലെങ്തി ആയേ മതിയാവും. കാരണം അത്രയും കാര്യങ്ങൾ, ടോപ്പിക്കുകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇനിയും പലതും വിട്ടുപോയിട്ടുണ്ടാവും. ഒരുവിധം ഞാൻ എന്നെക്കൊണ്ട് കഴിയണ മാതിരിയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പം നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഫുള്ള് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ജനറേഷൻ ഓലനെ കുറിച്ചുള്ള മനസ്സിലാവും. സെക്കൻഡ് ജനറേഷൻ ഓല ഇതേപോലെ തന്നെ ആയിരിക്കും, ചെറിയ ചെറിയ ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഈ വണ്ടീൻ്റെ ഒരു സർവീസായാലും എല്ലാ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഈ സ്കൂട്ടർ ഒന്ന് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഓടിച്ചതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം. പാസ്വേഡ് അടിക്കട്ടെ. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാൻ പറയാം 18,000 കിലോമീറ്ററോളം ഞാൻ ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞ വണ്ടി. ഇതിലിപ്പം പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഓൾറെഡി ഞാനൊരു ബാറ്ററി പാക്ക് ഓൾറെഡി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഈ വണ്ടിയുടെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വണ്ടി വാങ്ങിയത് മുതൽ ഇതുവരെയുള്ള ചെറിയ കാര്യങ്ങൾ ഞാനിപ്പം വിവരിക്കാം. ഒന്നാമതായിട്ട് ഈ വണ്ടിയുടെ ഈ ലുക്ക് കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരുന്നു. ഇത് ഫസ്റ്റ് ജനറേഷൻ ഓലയാണ്. ഞാൻ ഇപ്പം ഏകദേശം എടുത്തിട്ട് 1 കൊല്ലം 2-3 മാസത്തോളം കഴിഞ്ഞ് ഉപയോഗിച്ചിട്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ലോങ് റൈഡ്, അതായത് ഒരു 100-120 കിലോമീറ്ററോളം വണ്ടി ലോങ് ഒക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഓടിച്ചിട്ടുള്ള പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിന് വേണ്ട. അപ്പോൾ 18,000 കിലോമീറ്റർ ഓടിച്ചിട്ട് നമ്മൾ മറ്റുള്ള ഏത് പെട്രോൾ വണ്ടി, ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും, ഇപ്പം മറ്റേ ഇലക്ട്രിക് വണ്ടീനെ എടുക്കുകയാണെങ്കിൽ 5,000 അല്ലെങ്കിൽ 3,000 സർവീസ് ചെയ്യണം. പെട്രോൾ വണ്ടി ആയാലും അതിനൊരു നല്ലൊരു കോസ്റ്റ് ആവും. ഈ വണ്ടി ഞാൻ വാങ്ങിയിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സർവീസ് കാര്യങ്ങൾക്ക് അങ്ങനെ കയറ്റേണ്ടി വന്നില്ല. നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം സർവീസ് സെൻറ്ററിൽ പോവുക എന്നൊരു കാര്യം മാത്രം നമ്മൾ ചെയ്തായി. അതായത് എനിക്ക് ഈ വണ്ടി വാങ്ങിയിട്ട് ഒരു ടയർ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. 13,000 കിലോമീറ്ററിൽ ബാക്ക് ടയർ യൂസിനനുസരിച്ചിട്ടാണല്ലോ. അപ്പം ബാക്ക് ടയർ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്ന്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഇതേപോലെ ഒരു 10,000 കിലോമീറ്ററിലേറ്റം ഒന്ന് ചേഞ്ച് ചെയ്ത്. അതല്ലാതെ വേറെ ഒരു ചിലവും എനിക്ക് ഈ വണ്ടി വാങ്ങിയിട്ട് 18,000 കിലോമീറ്റർ ഓടിച്ചിട്ട് ആകെ എനിക്ക് ബ്രേക്ക് പാഡിന് ഒരു 700 രൂപയും അതേപോലെ ടയർ ചേഞ്ച് ചെയ്യാൻ ഏകദേശം ഒരു 1,700 രൂപയായിട്ടുള്ളൂ. അങ്ങനെ 2,500 രൂപ റേഞ്ചിലാണ് ആകെ എനിക്ക് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ചിലവായത്. പിന്നെ വേറെ ഒന്നും എനിക്ക് ചിലവായില്ല. എനിക്ക് അവർ കമ്പനി ബാറ്ററി ഇപ്പം ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് തന്ന്. അതേപോലെ ഷോക്ക് അബ്സോർബറും ഒരു ഇഷ്യൂ വന്നപ്പം അതും റീപ്ലേസ് ചെയ്ത് തന്ന്. അതിൻ്റെ വാറണ്ടിയിലാണ് അതൊക്കെ ചേഞ്ച് ചെയ്ത് തന്നത്. മറ്റുള്ള വണ്ടികളാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു ചിലവ്. ഈ ഒരു 18,000 കിലോമീറ്റർ ഓടുമ്പോൾ പെട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുക വേണ്ട. ഇതിൽ ഓൾറെഡി ഇലക്ട്രിക് വണ്ടികളിൽ പലതിലും നമുക്ക് എന്തായാലും സർവീസിങ് ഉണ്ട്. അപ്പോൾ അതിലെന്തായാലും എക്സ്പെൻസ് വരും. ഇതിൽ ആ ഒരു ഇഷ്യൂവേ ഇല്ല. നമുക്ക് അങ്ങനെ ഓടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് എത്ര വേണമെങ്കിലും റൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളതിനെക്കുറിച്ചിട്ട് ആ ഭാഗത്തേക്ക് ചിന്തിച്ചാൽ മതി. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ റൈഡിങ് കംഫർട്ട് ഈ വണ്ടി അടിപൊളിയാണ്. ഞാൻ 6.2 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എല്ലാ രീതിയിലും കംഫർട്ടബിളാണ്. അതായത് കാലിന് ലെഗ് റൂം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഓലൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്ന എല്ലാ കംപ്ലയിൻസ് അല്ല, മാറ്റേണ്ടതായ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അടുത്തപ്പോൾ പുതിയ ജനറേഷൻ വന്നപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതായത് ഈ നടുവിലുള്ള ഈ ഹമ്പ് അതൊരു മാറ്റി ഫ്ലാറ്റാക്കി. അതേപോലെ ബാക്കിൽ ഇത് ഞാൻ എക്സ്ട്രാ വെച്ചൊരു സംഭവമാണ്. ഇതൊക്കെ അവർ ഇപ്പോൾ പുതിയ വരുന്നതിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇറക്കുന്നത്. പിന്നെ ഷോക്ക് അബ്സോർബർ പൊട്ടിപ്പോണൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വണ്ടിക്കൊന്നും കുഴപ്പമില്ല. അതിപ്പോൾ ഡബിൾ സസ്പെൻഷൻ ആക്കി. എല്ലാവരും അപ്ഡേഷനിലെല്ലാം മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഇലക്ട്രിസിറ്റീൻ്റെ ഒരു ചാർജ് പറയുകയാണെങ്കിൽ
ഒരു മാസം ഒരു 1000 രൂപേൻ്റെ ഉള്ളിലൊക്കെയാണ്. ഞാനൊരു ചെറിയ ഫാമിലിയായിട്ട് നിൽക്കണതാണ്. ഒരു ഒരു 2 മാസം കൂടുമ്പോൾ 1000 രൂപയൊക്കെയാണ് കറണ്ട് ബില്ല് വരിക. അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ വണ്ടിയിലില്ലെങ്കിൽ ഒരു 500 രൂപയൊക്കെ എന്തായാലും മാസത്തിൽ നമ്മൾ വീട്ടിലത്തെ ഒരു കറണ്ട് ബില്ല് വരുമല്ലോ. അതിന് പുറമെ ഒരു 500 രൂപയുള്ളൂ നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെൻസ്. 500 രൂപയും വരില്ല, ഞാനൊരു മാക്സിമം ആയിട്ട് പറഞ്ഞതാണ്, അത്രേ വരുന്നുള്ളൂ. അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോഴും എല്ലാ രീതിയിലും നമുക്ക് വണ്ടി ബെനിഫിറ്റ് തന്നെയാണ്. മറ്റൊരു കാര്യം പിന്നെ ഇതിൻ്റെ റേഞ്ചിൻ്റെ ആണ്. റേഞ്ച് അത്യാവശ്യം കുഴപ്പമില്ല. ഇതിലിപ്പം മറ്റേ എക്കോ മോഡിൽ 175, നോർമലിൽ 135 കാണിക്കും. എനിക്കൊരു മാക്സിമം ഞാൻ ഓടിച്ചത് പറഞ്ഞാൽ 110 കിലോമീറ്ററാണ് ഞാൻ മാക്സിമം അതിൽ ഓടിച്ചത്. അത് ഞാൻ പല രീതിയിലും പോയിട്ടുണ്ട്. സിംഗിളായിട്ട് പോയിട്ടുണ്ട്, വിത്ത് ഫാമിലി ആയിട്ട്, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഓരോ സ്പീഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് ഈ കിലോമീറ്റർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ വൈഫ് ഹൗസ് പറഞ്ഞാലൊരു 110 കിലോമീറ്റർ ഉണ്ട്. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർ ചേലക്കര പറഞ്ഞ സ്ഥലത്താണ് വൈഫ് ഹൗസ്. അവിടെ വരെ എത്തണമെങ്കിൽ 110 കിലോമീറ്റർ കൃത്യം ഓടിയെത്തണം. അപ്പോൾ ഞാൻ സിംഗിളായിട്ട് ഈ വണ്ടി എടുത്ത പാട് ഞാൻ ആദ്യം പോയപ്പം ഏകദേശം ഒരു 55 കിലോമീറ്റർ സ്പീഡിൽ വേഗതയിലാണ് വണ്ടി ഓടിച്ചത്. ആ ഒരു വേഗതയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ 110 കിലോമീറ്റർ കവർ ചെയ്യാം. അവിടെ കവർ ചെയ്തിട്ട് പിന്നെ എൻ്റെ ഒരു 10-15% അടുത്ത് ചാർജ് പെൻഡിങ് ഉണ്ടായിരുന്നു 110 കിലോമീറ്റർ ഓടിയിട്ട്. അപ്പോൾ നമ്മൾ കമ്പനി പറയണ 130 അടുത്തൊക്കെ എന്തായാലും കിട്ടും ആ രീതിയിൽ നോക്കണമെങ്കിൽ. അതിന് ശേഷം ഞാൻ വിത്ത് ഫാമിലി ആയിട്ട് ഒന്ന് പോയി. അങ്ങനെ പോകുമ്പം ആ ഒരു സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഓൾറെഡി വെയിറ്റ് കൂടി. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ 80 കിലോ ഉണ്ട്. അപ്പം വിത്ത് ഫാമിലി ആകുമ്പോൾ ഒരു 150 കിലോ എന്തായാലും വരും. അത്രയും വെയിറ്റ് വരുമ്പോൾ വണ്ടിക്ക് അത്ര ചാർജ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പം ഒരു 40 to 45 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ആ ഒരു 110 കിലോമീറ്റർ എനിക്ക് 2-3 പ്രാവശ്യം പോയിട്ട് എനിക്കത് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഇല്ല. പിന്നെ ഇപ്പോൾ കുറേ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതിൽ വരുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സർവീസിങ്ങിൻ്റെ, അതായത് കമ്പനി സർവീസിങ്ങിൻ്റെ ഒരു ടൈം ഇഷ്യൂ ആണ്. അതായത് സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് പറഞ്ഞാൽ സർവീസ് സെൻറ്ററൊക്കെ ഉണ്ട്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഒരു സർവീസ് സെൻറ്ററും ഉണ്ട്, ഒരു ലക്ഷക്കണക്കിന് വണ്ടിയും ഇവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അതായത് ഒരേ ടൈമിൽ തന്നെ എത്രയോ വണ്ടികൾ കംപ്ലൈൻ്റ് ആവുമല്ലോ. കംപ്ലയിൻറ്റ്സ് എന്തായാലും വണ്ടി ഇപ്പോൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെഷീനറീസ് പറഞ്ഞാൽ എന്തായാലും കംപ്ലയിൻറ്റ്സ് വരും, മാൻമെയ്ഡ് സാധനങ്ങളാണല്ലോ. പക്ഷേ അത് സർവീസ് ചെയ്യാനുള്ള പ്രോപ്പർ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ വണ്ടികൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് നമുക്ക് സർവീസ് ചെയ്ത് തരാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആകെ 2 വട്ടമാണ് എനിക്കിത്, 3 വട്ടമാണ് എനിക്കിത് സർവീസിങ്ങിൻ്റെ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ട് കൊണ്ടുപോകേണ്ടി വന്നത്. ഒന്ന് ബ്രേക്ക് പാഡ് മാറ്റാൻ, അതേപോലെ ഒന്ന് ഈ ഷോക്ക് അബ്സോർബറിൽ ഒരു ലീക്ക് വന്ന് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ലീക്ക് വന്നപ്പോൾ അവർ വാറണ്ടിക്ക് അത് ഫുള്ള് മാറ്റി തന്ന്. ബ്രേക്ക് പാഡ് പിന്നെ വിത്ത് പെയ്ഡ് ആയിട്ട് മാറ്റിയതാണ്. പിന്നെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ വന്ന് ഒരു 25%, 10% മുകളിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓഫായി പോകും. അപ്പോൾ അങ്ങനെ വന്ന സമയത്തൊക്കെ കമ്പനി ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്തതെങ്കിലും നമുക്ക് നല്ല ദിവസം ഏകദേശം ഒരു 1-2 ആഴ്ചൻ്റെ അടുത്ത് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി അവിടെ വെക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്കടുത്ത് ഒരു സ്പെയർ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും അത് കൊടുക്കും. അതേപോലെ ഷോക്ക് അബ്സോർബർ ചേഞ്ച് ചെയ്യേണ്ട സമയത്തും അതേപോലെ ചെറിയൊരു 2-3 ദിവസം വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഓലൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫോൺ വിളിച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി സർവീസിന് നടക്കില്ല. ആപ്പുണ്ട് ഫോണിൽ, ആപ്പിൽ കയറിയിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അപ്പോൾ അവരൊരു ഡേറ്റ് തരും, അന്ന് നമ്മൾ കൊണ്ടുപോകാനേ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. പിന്നെ ടോ ചെയ്ത് കൊണ്ടുപോകും, അങ്ങനത്തെ ഇഷ്യൂ വണ്ടി സ്റ്റാർട്ടാവാത്ത അങ്ങനത്തെ വിഷയമൊക്കെ വരികയാണെങ്കിൽ അവർ ടോ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകും. അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ കൊണ്ടുപോകണം നടക്കില്ല. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു ഡേറ്റ് അതിൽ തരും, അതിൽ നമുക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ റിപ്പയർ ചെയ്യാൻ കൊടുക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ സർവീസിങ് ആണ് ഇതിൻ്റെ ഒരു മേജർ ഒരു വിഷയം വരുന്നത്. പിന്നെ അതിനുശേഷം ഈ സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടിപ്പോൾ ബാറ്ററി പാക്കൊക്കെ എനിക്കിപ്പം ക്ലിയർ ആയി. ഇപ്പം കറക്റ്റ് റേഞ്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഷോക്ക് അബ്സോർബർ അതേപോലെ ക്ലിയർ ആയിക്കണേ. ഈ വേറൊരു വിഷയമില്ല, വണ്ടീൻ്റെ കാര്യത്തിൽ ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. പ്രത്യേകിച്ച് റൈഡിങ് കംഫർട്ട് പറഞ്ഞാൽ നമ്മൾ സിറ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലും ബെസ്റ്റ് വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പവറിനാണെങ്കിൽ പവറുണ്ട്,
പിന്നെ ചെറിയ സ്പീഡ് പോകാനും നല്ല പവറും കാര്യങ്ങളും എല്ലാം ഹൈ സ്പീഡ് പോകാനും എല്ലാ രീതിയിലും നല്ല ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നമ്മളുള്ള റേഞ്ച് വെച്ചിട്ട് നല്ല മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ സസ്പെൻഷന് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെട്രോൾ കൺവെൻഷണൽ സ്കൂട്ടറുകളൊക്കെ നമ്മൾ ഓടിക്കലുണ്ടല്ലോ, ആക്റ്റീവ, ആക്സസ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ സസ്പെൻഷൻ അടിപൊളിയാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ഇപ്പോൾ വലിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു ടക്ക് എന്നൊരു സൗണ്ട് വരുമെങ്കിലും ബാക്കിയുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്, വേറെ ഒരു വിഷയങ്ങളുമില്ല. അതേപോലെ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ നല്ല റേസ് ആയിട്ടാണ്, നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ അടിപൊളി ഫീലിംഗ് ആണ്. ഇത് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി നല്ല ഹൈറ്റുള്ള ആളാണ്, അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേസ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്, നമുക്ക് പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. അതായത് ക്രൂസ് കൺട്രോൾ, നമ്മളിപ്പോൾ ലോങ് ഓടുമ്പോൾ ഞാൻ 110 കിലോമീറ്റർ ഓടലുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു 50-55 കിലോമീറ്റർ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓണാക്കി വെച്ചാൽ ഹൈവേയിലാണല്ലോ പോവുക. അപ്പോൾ നമുക്ക് വേറൊരു വിഷയമില്ല, ക്രൂസ് കൺട്രോൾ ഓണാക്കുക. പിന്നെ ഹിൽ ഹോൾഡ് ഉണ്ട്, പല ഫീച്ചേഴ്സും വണ്ടിയിൽ ഓൾറെഡി ഉള്ളൊരു ഇപ്പോഴും പല വണ്ടികളിലും ഇറങ്ങിയിട്ടില്ല. അത്രയും ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് വേണേൽ പാട്ട് വെക്കാൻ പോകണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഓഡിയോസൊക്കെ കേൾക്കണമെങ്കിൽ ലോങ് യാത്രയിൽ നമുക്ക് പല രീതിയിലും ഈ വണ്ടി ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പല രീതിയിലും ഞാനിത് ഓടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം ഇപ്പോൾ പറഞ്ഞാൽ ഈ വണ്ടിയിൽ 175 കിലോമീറ്റർ എക്കോ മോഡിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതും കിട്ടണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആ രീതിയിൽ ഓടിച്ചാൽ, റീജനറേഷനൊക്കെ ഉപയോഗിച്ച് ഓടിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഈ വണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആരെല്ലാം ഇലക്ട്രിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഓല എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. 18,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഒരുവിധം എല്ലാ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കോസ്റ്റായത് 1.5 ലക്ഷം. ഞാൻ എടുക്കുന്ന സമയത്ത് 1.5 ലക്ഷം രൂപ ആണെങ്കിലും ആ സമയത്ത് കമ്പനി ചാർജറിന് കുറച്ച് ക്യാഷ് ഈടാക്കിയിരുന്നു, ഒരു 15,000 ചാർജറിന് ഈടാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്തോ ഒരു കോടതി ഉത്തരവെന്തോ വന്നപ്പം അവർ ചാർജറിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്യണമെന്ന് കോടതി പറഞ്ഞപ്പം 15,000 എനിക്ക് ആ ഒരു റീഫണ്ടും കിട്ടി. അങ്ങനെ ആകെ എനിക്ക് വണ്ടിക്ക് കോസ്റ്റ് ആയത് 1,35,000 ആണ്. അതെന്ന് പറഞ്ഞാൽ വളരെ വേർത്തി ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. ഇന്ന് ഈ വണ്ടിക്ക് ഏകദേശം 1.60 ആ ഒരു റേഞ്ച്, 1.50-60 എന്തായാലും ഉണ്ട്. എനിക്ക് ആ ഒരു കോസ്റ്റ് ആയിട്ടുള്ളൂ. ആ ഒരു കോസ്റ്റിന് സിറ്റിയിൽ ഓടിച്ചു നടക്കാമെന്ന് പറഞ്ഞാൽ ഇതിലും ബെസ്റ്റ് വണ്ടി വേറെ ഒന്നുമില്ല. ഞാൻ കുറേ വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഹിമാലയൻ ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വൈകാതെ തന്നെ ഈ ഇതിൽ യൂട്യൂബിൽ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ മാതിരിയല്ല, സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇതിലും ബെസ്റ്റ് വണ്ടി വേറെ ഇല്ല, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഏതറുണ്ട് നമ്മളെ കയ്യിൽ, ഏതറിൻ്റെ ഒരു റിവ്യൂ ഇടാം. പക്ഷേ എല്ലാത്തിലുപരി എനിക്ക് ഈ ഒരു വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും കൂടുതലും ഒരു 90-95% പോസിറ്റീവാണ് ഈ വണ്ടിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ 18,000 കിലോമീറ്റർ ഞാൻ ഓടിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരുവിധം ഞാൻ ഇതിൽ വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും. എന്തായാലും കഴിയണമാതിരി ഞാൻ എല്ലാം ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ ഒരു ഹിമാലയൻ ഞാൻ എടുത്തിട്ടുണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഹിമാലയ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വൈകാതെ തന്നെ ഇടുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ബൈ, നമസ്കാരം.